ലഹരിക്കെതിരെ സന്ധിയില്ല പോരാട്ടത്തിന് ഇറങ്ങുകയാണ് മലപ്പുറം ഒതുക്കുങ്ങൽ പഞ്ചായത്ത്. ലഹരി വിൽപ്പനയെക്കുറിച്ച് സാഹചര്യ തെളിവ് സഹിതം വിവരം കൈമാറുന്നവർക്ക് 10,000 രൂപയാണ് പാരിതോഷികം. വിപിൻ സി വിജയൻ ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. ലഹരിക്കെതിരെ സന്ധിയില്ല സമരം പ്രഖ്യാപിക്കുകയാണ് ഒതുക്കുങ്ങൽ പഞ്ചായത്ത്. ലഹരിയെക്കുറിച്ച് കൃത്യമായി അതിൻ്റെ ഉറവിടത്തെ സംബന്ധിച്ച് വിവരം നൽകുന്നവർക്ക് 10,000 രൂപയാണ് പാരിതോഷികം പ്രഖ്യാപിക്കുന്നത് ഒതുക്കുങ്ങൽ പഞ്ചായത്ത്. ഇപ്പോൾ പ്രസിഡന്റ് മൂസ കടമ്പോട്ട് 24-നൊപ്പം ചേരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ പദ്ധതി? നാട് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ദുരവസ്ഥയെക്കുറിച്ച് ഗൗരവമായി ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണസമിതി ഈ ഒരു തീരുമാനമെടുക്കാനുള്ള കാരണം. ഇത് അനുവദിച്ചുകൂടാ. ഇത് അടുത്തുള്ള പഞ്ചായത്തിൻ്റെ പരിസരത്തു നിന്ന് പോലും ഉള്ള കോട്ടേഴ്സുകൾ പോലും ഇത് പിടികൂടിയപ്പോൾ നമ്മളിനി അടങ്ങിയിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത്തരത്തിൽ തീരുമാനമെടുക്കാൻ മുന്നോട്ട് വന്നത്. ഇനി ഇത് മുന്നോട്ട് പോയി തന്നെ ചെയ്യും. വാർഷിക പദ്ധതിയിൽ അടുത്ത് വർഷം ഇതിന് ഫണ്ട് വെച്ച് ഈ ഒരു നൂതന പ്രൊജക്റ്റായിട്ട് ഇത് ഞങ്ങൾ ജില്ലാ DPCയിൽ അവതരിപ്പിക്കും. എങ്ങനെയാണ് ഈ 10,000 രൂപ കൊടുക്കാൻ തീരുമാനം? അത് അവർ കണ്ടുപിടിച്ച് അത് FIR ഇട്ട് കഴിഞ്ഞ ശേഷം കൊടുക്കുകയുള്ളൂ. ബോധ്യപ്പെടണം, ഇത് കറക്റ്റാണെന്ന് ബോധ്യപ്പെടണം. അതായത് ഒരു ഒത്തുകളിയായിട്ട് പിടിക്കുന്നവരും പിടിക്കപ്പെടുന്നവരും കാണിച്ചു കൊടുക്കുന്ന ഒരു ഒത്തുകളിയായി ഉള്ള ഇതിന് ഫണ്ട് കൊടുക്കില്ല. സാഹചര്യ തെളിവുകളും ഉറവിടവും കൃത്യമായിരിക്കുന്നവർക്ക് മാത്രമാണ് ഈ പാരിതോഷികം ബോധ്യപ്പെടണം, അവർക്ക് കൊടുക്കും. അതുപോലെ പിടിക്കപ്പെടുന്ന പോലീസുകാർക്കും പിടിക്കുന്ന പോലീസുകാർക്ക് പ്രത്യേക പാരിതോഷികം പഞ്ചായത്തിൽ വിളിച്ചു കൂട്ടി ബോർഡിൽ വെച്ച് കൊടുക്കും. സ്കൂൾ അധികൃതർ, അതുപോലെ തന്നെ നാട്ടുകാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അതുപോലെ തന്നെ ജനങ്ങളൊക്കെ ഇതിനെപ്പറ്റി ബോധവാന്മാരാവേണ്ട കാലം വൈകിയിട്ടുണ്ട്. ഇത് നാടിൻ്റെ സാധാരണ ഒരു മാരക രോഗത്തെക്കാളും കോവിഡിനേക്കാളും വലിയ ഭീകരാവസ്ഥയാണ് ഇപ്പോൾ നാട്ടിലുള്ളതെന്നുള്ളത്. ഇവിടുന്ന് തന്നെ പിടിച്ചൊരു സാഹചര്യത്തിലാണ് അങ്ങനൊരു ഭരണസമിതി തീരുമാനം. അതെ, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഞങ്ങൾ ഈ നടപടിയിലേക്ക് പോകാനുള്ള കാരണം ഉണ്ടായത്. ഇതിൻ്റെ തുടർ പ്രവർത്തനമായിട്ട് നമ്മൾ അടുത്തുള്ള കോട്ടേഴ്സുകൾ, നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കോട്ടേഴ്സ് ഉടമകളെയും വാടക വീട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി പ്രത്യേക യോഗം കൂടി അവർ കർശന നിർദ്ദേശം കൊടുക്കും. അങ്ങനൊരു മീറ്റിംഗ് ഇപ്പോൾ അടുത്ത് വിളിച്ചു കൂട്ടി. അപ്പോൾ ഈ ലഹരിക്കെതിരെ കൃത്യമായിട്ടുള്ളൊരു മാർഗരേഖ അതിവിടുത്തെ വീട്ടുകാരെ എല്ലാം തന്നെ വിളിച്ചുകൂട്ടി അങ്ങനെ ഒരു മാർഗരേഖ കൂടി ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാക്കുകയാണ് ഒതുക്കുങ്ങൽ പഞ്ചായത്ത്. അപ്പോൾ സാഹചര്യ തെളിവുകളും ഒപ്പം തന്നെ അതിൻ്റെ ഉറവിടവും, ലഹരിയുടെ ഒരു ഉറവിടവും കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് വാർഷിക ഫണ്ടായി തന്നെ ഒരു തുക വിലയിരുത്തി അത് ലഹരിക്കെതിരെ വിനിയോഗിക്കാനാണ് ഇപ്പോൾ ഈ ഭരണസമിതി തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം.